ഒരുപാട് സന്തോഷം കിട്ടുമ്പോഴേക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സങ്കടങ്ങൾ കൂടെ തന്നില്ലെങ്കിൽ ദൈവത്തിന് എന്തോ ഒരു വിഷമം പോലെയാണ്. എന്നാൽ മാത്രമേ ചിലപ്പോൾ നമ്മുടെ ആ ജീവിതമൊക്കെ ബാലൻസ് ആവുള്ളെന്നായിരിക്കും മൂപ്പരുടെ വിചാരം. അതുപോലെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല, കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അകമൊക്കെ ഒന്ന് തൂത്തുവാരിയതിന് ശേഷം പല്ല് തേക്കാനായിട്ട് പോവുകയാണ്. പല്ലും കൂടെ തേച്ച് കഴിഞ്ഞിട്ടേ ഇനി ബാക്കി കാര്യങ്ങളുള്ളൂ. എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ പല്ല് തേച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. ഇവിടെ അമ്മയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അമ്മയ്ക്ക് ഉടനെ പല്ല് തേച്ച് അമ്മ പറയും അമ്മയ്ക്ക് ഇങ്ങനെ ഛർദ്ദിക്കാനായിട്ട് വരുമെന്ന്. അമ്മ കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പല്ല് തേക്കുന്നത്. അച്ഛനും മോനും ഒന്നും ഉറക്കം എഴുന്നേറ്റിട്ടില്ല. ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. അമ്മ എഴുന്നേറ്റിട്ടുണ്ട്, അമ്മ ഉണർന്ന് കിടക്കുകയാണ്, അമ്മ എണീച്ച് വന്നിട്ടില്ല. അപ്പോൾ ഇനി പല്ലൊക്കെ തേച്ചിട്ട് ഇനി വീടിൻ്റെ ചുറ്റും ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം കുളിച്ച് വിളക്ക് കത്തിക്കാനായിട്ട്. ഞാൻ ഈ മുറ്റമൊന്നല്ല, ഈ റോഡൊക്കെ ഇങ്ങനെ ഒന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ്. അപ്പോൾ അവിടെ ഒന്ന് തൂക്കാനായിട്ടൊക്കെ ഇറങ്ങണത് സമയം കിട്ടുമ്പോൾ മാത്രമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് തൂത്തിടേ ഉള്ളൂ. അപ്പോൾ കിട്ടണ സമയത്ത് അവിടെ എല്ലായിടവും നന്നായിട്ട് അടിച്ചു വാരിയൊക്കെ ഇടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് കുളിക്കണം. ഇനി നമുക്ക് കുളി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് ഇനി വിളക്കൊക്കെ തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വിളക്കൊന്ന് കത്തിക്കണം. അപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് ഇന്നിനി കേശുവിന് കൊണ്ടുപോകാനുള്ള സാധന സാമഗ്രികളൊക്കെ റെഡിയാക്കണം. ഇന്നലെ ഭയങ്കര മടിയായിട്ടാണ് കേശു സ്കൂളിൽ പോയത്. എന്ത് മടിയായിരുന്നു രാവിലെ പോകാനായിട്ട്. എന്തായാലും തിരിച്ചു വന്നപ്പോഴേക്കും അതൊക്കെ അങ്ങ് മാറി നല്ല ഉഷാറായിട്ടാണ് ആൾ വന്നത്. അപ്പോൾ ഇനി കേശുവിന് കൊണ്ടുപോകാനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കണം. അതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ രാവിലെ ഇന്ന് കാപ്പി ഉണ്ടാക്കുന്നത് അപ്പമാണ്. പിന്നെ ഞാൻ എപ്പോഴും കാപ്പി എന്ന് പറയുമല്ലോ, ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരംകാർ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിനാണ് കാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് കാപ്പി കുടിച്ചെന്നോ കാപ്പി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അതല്ല വേറെ എന്തെങ്കിലും ആണോ പറയണതെന്ന് കമൻറ്റ് ചെയ്യണേ. അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇപ്പോഴാണ് ഒരുപാട് ഓരോ സ്ഥലങ്ങൾ മാറുമ്പോഴേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും. അപ്പം നമ്മളിപ്പോൾ ഒരാളെ കണ്ടാലും രാവിലേക്ക് ഒരാളെ കണ്ടാലും നമ്മൾ എന്തെങ്കിലും കുശലാന്വേഷണം നടത്തുമല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് കാപ്പിയൊക്കെ കുടിച്ചോ എന്നാണ്. അപ്പോൾ കാപ്പി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ കേശുവിന് ഇന്ന് കൊണ്ടുപോകാനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കണം. ഇടിയപ്പം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് അതിനൊന്ന് ചെറുതായിട്ട് വെട്ടി ഇട്ട് കൊടുക്കുമ്പോഴേക്ക് മോൻ അത് നൂഡിൽസ് എന്നും പറഞ്ഞ് കഴിച്ചോളും. കുറച്ച് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മോന് കുറച്ച് സോസും കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് ആൾക്ക് കുശാലായി. വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ ഇത്രയും ദിവസം ഇപ്പോൾ വെക്കേഷന് വീട്ടിൽ നിന്നിട്ട് കേശു അധികം ആഹാരമേ ഒന്നും കഴിച്ചിട്ടില്ല. ചുമ്മാ ഓടി നടന്നങ്ങ് കളിച്ച് നടക്കും. ആഹാരം കഴിക്കുകയില്ല. സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് ആ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ വരണത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കാനും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കഴിക്കും. അപ്പോൾ വൈകുന്നേരം വരുമ്പോഴേക്കും വന്നിട്ട് ചെറിയ വിശപ്പൊക്കെ കാണും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സമാധാനത്തിന് കഴിക്കും. വീട്ടിൽ നിൽക്കുന്ന ദിവസം ചില ദിവസങ്ങളിൽ ഒരു എങ്ങനെ ഈ കൊച്ച് നടക്കണമെന്തോ എന്ന് നമുക്ക് തോന്നിപ്പോവും. പിന്നെ വേറൊരു കാര്യം, നമ്മളും പണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ, ഭയങ്കര മടിയാണല്ലോ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ആഹാരം കഴിക്കാനായിട്ടൊക്കെ. അപ്പോൾ കേശുവിന് കൊണ്ടുപോകാൻ മാത്രമാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കാപ്പിന്ന് അപ്പവും ഉരുളക്കിഴങ്ങ് കറിയുമാണ്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓണമൊക്കെ അടിച്ച് പൊളിച്ച് നമ്മൾ ആഘോഷിച്ച് കഴിഞ്ഞ വർഷത്തേക്കാളും ഒക്കെ അടിപൊളി ഓണമായിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് ഓണമെന്ന് പറയാനായിട്ട് തിരുവോണത്തിൻ്റെ അന്നത്തെ മാത്രം മെമ്മറീസേ ഉള്ളൂ. തിരുവോണത്തിന് അന്ന് രാത്രി ഞങ്ങൾ ഇവിടെ നിന്ന് കയറിയാൽ പിന്നെ ഞങ്ങളൊരു 3 ദിവസം കഴിഞ്ഞായിരിക്കും പിന്നെ നമ്മുടെ പുല്ലുകാട് എത്തുന്നത്. ടൂറായിരിക്കും. 2-3 വർഷം കൊണ്ട് ഞങ്ങളുടെ സ്ഥിരം പരിപാടി അതായിരുന്നു. ഈ വർഷം നമ്മൾ കട്ടായമായിട്ട് ടൂറൊന്നും വേണ്ട എന്ന് വെച്ചതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസമായില്ലേ ഈ ഓണമൊക്കെ നാട്ടിൽ നിന്ന് സമാധാനപരമായിട്ട് ആഘോഷിച്ചിട്ട്. അതുമല്ല ഈ വർഷം പിന്നെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളും എല്ലാം കൂടെ ആയപ്പോഴേക്ക് മനസ്സിലൊരു ചെറിയ പേടി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എപ്പോഴും പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ വയനാടാണ് പോയത്. നമ്മൾ സ്റ്റേ ചെയ്തത് മേപ്പാടിയിലായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ടൊക്കെയാണ് ഇത്രയും വലിയൊരു ദുരന്തമൊക്കെ നടന്നത്. അപ്പോൾ നമ്മളതൊക്കെ ആലോചിക്കുമ്പോഴേക്ക് ഒരു ചെറിയൊരു വിഷമം, ചെറുതല്ല വലിയൊരു വിഷമമുണ്ട്. നമ്മൾ കണ്ട ആ നല്ല നല്ല സ്ഥലങ്ങൾ, അമ്പലവയൽ, മറ്റു നമ്മുടെ ശ്രുതിയുടെ ജെൻസിൻ്റെയൊക്കെ സ്ഥലമുണ്ടല്ലോ അമ്പലവയൽ, അതുവഴിയൊക്കെ നമ്മൾ പാസ് ചെയ്ത് പോയായിരുന്നു. അവിടെയൊക്കെ നല്ല സ്ഥലങ്ങളാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങൾ അവിടെ അങ്ങനെ ഒരു 2 ദിവസം നമ്മൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയതല്ലേ. അങ്ങനെ കേശുവിനുള്ള ഇടിയപ്പമൊക്കെ റെഡിയായി. അതിൽ ഞാൻ കുറച്ച് സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇത് മോന് ലഞ്ചായിട്ടാണ് കൊടുത്തു വിടാനായിട്ട് പോണത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ മോർണിംഗ് സ്നാക്സ് ആയിട്ട് അപ്പം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കുഞ്ഞനപ്പം ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുമ്പോഴേക്കും മഞ്ഞക്കറിയും ഉണ്ടാക്കും, അതുപോലെ തന്നെ ചുവപ്പ് കറിയും ഉണ്ടാക്കും, അല്ലെങ്കിൽ എരിവോട് കൂടിയുള്ള കറിയും ഉണ്ടാക്കും. മഞ്ഞക്കറി എന്ന് പറയുമ്പോൾ നമ്മളതിൽ പച്ചമുളകൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മുടെ ഇതുണ്ടല്ലോ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മസാലയും മാത്രം ഇട്ട് ഉണ്ടാക്കുന്ന കറിക്കാണ് നമ്മൾ മഞ്ഞക്കറി എന്ന് പറയണത്. പിന്നെ പൂരി മസാല, ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് മഞ്ഞക്കറി ഉണ്ടാക്കും, ചുവപ്പ് കറി ഉണ്ടാക്കും, പിന്നെ പൂരിയുടെ കൂടെ കഴിക്കുന്ന പൂരി മസാല ഉണ്ടാക്കും, അതുപോലെ തന്നെ പൊടിമാസം ഉണ്ടാക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാക്കും. നമുക്ക് കുറച്ച് ഇങ്ങനെ മാറ്റി കുറച്ച് എന്താണെന്ന് പറയുക ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാൻ ഫുഡ് ഈ ആഹാര കാര്യങ്ങളിലും കുറച്ച് ക്രിയേറ്റിവിറ്റിയൊക്കെ കൊണ്ടുവരാൻ പറ്റിയല്ലേ നമുക്ക്. കുറേ സംഭവങ്ങൾ, ഓരോ സംഭവം വെച്ചിട്ട് തന്നെ ഒരുപാട് ഡിഷസ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അതൊക്കെ ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റ് വേണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് സവോള ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചപ്പോഴേക്കും മീൻകാരൻ വന്ന് മീൻ കൊണ്ട് എല്ലാ ദിവസവും ആൾ വരണമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ മിക്കവാറും ചന്തയിൽ പോയാണ് വാങ്ങണത്. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് മീൻ വാങ്ങാമെന്ന്. നല്ല നാടൻ ചാളയാണ് കിട്ടിയത്. ഇവിടെ ചേട്ടനാണെങ്കിൽ ചാളയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ നാടൻ ചാളയായിരുന്നാലും മത്തി ആയിരുന്നാലും പിന്നെ കുഞ്ഞൻ ഇതൊക്കെ ഉണ്ടല്ലോ കൊഴിയാള, അങ്ങനെയുള്ള കൊച്ചു മീനുകളാണ് പുള്ളിക്കാരന് ഇഷ്ടം. അങ്ങനെ നാടൻ ചാള കണ്ടപ്പോഴേക്ക് ആ നാടൻ ചാള വാങ്ങിച്ച്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ തന്നെ ഒരു വലിയൊരു ചൂരയും ഉണ്ടായിരുന്നു. എന്തായാലും ചൂര വാങ്ങിച്ചില്ല. ചേട്ടന് ഇഷ്ടം, ചൂരയും പുള്ളിക്കാരന് ഇഷ്ടമാണ്. പക്ഷേ 2 ദിവസം മുന്നേ ഇവിടെ ചൂരയായിരുന്നു. അതുകൊണ്ടാണ് നാടൻ ചാള വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചാള മീനൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടാണ് പിന്നെ ഉരുളക്കിഴങ്ങ് വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഉപ്പ് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് കുക്കറിൽ വേവിച്ച് എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള മസാലകളൊക്കെ ഇട്ട് ഇനി കുക്കറിലോട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങ് അവിടെ വേവാൻ വെച്ചതിന് ശേഷം ഇനി അപ്പം ഉണ്ടാക്കണമല്ലോ. അതിന് മുന്നേ അപ്പച്ചട്ടി ഒന്ന് മയക്കി എടുക്കണം. അതിനായിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നല്ല സ്ക്രബ്ബർ കൊണ്ട് ആ ചട്ടി നല്ല തേച്ചൊരച്ചങ്ങ് കഴുകും. അതിന് ശേഷം നന്നായിട്ട് ചൂടാക്കിയിട്ട് നല്ലെണ്ണ തേക്കും. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്താൽ പിന്നെ അപ്പം അതിൽ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഭംഗിയായിട്ട് ഇളകി വരും. അല്ലെങ്കിൽ ചില സമയം ഇതങ്ങ് പിണങ്ങിക്കഴിഞ്ഞാൽ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പം ഇളവി വരയുമില്ല. നമ്മളിട്ട് അതിൻ്റെ കുത്തി ഇളക്കുമ്പോഴേക്ക് അതൊരു ഷേപ്പും ഇല്ലാണ്ട് നമുക്ക് പിന്നെ കഴിക്കാനേ മനസ്സ് വരില്ല. പിന്നെ നമ്മൾ വേറൊരു കാര്യം നോക്കാനുള്ളത്, ഈ അപ്പച്ചട്ടിയിൽ വേറെ ഒന്നും ചെയ്യരുത്. അപ്പം ചുടണം അല്ലാണ്ട് ചിലപ്പോൾ നമ്മൾ മീൻ പൊരിക്കുക ചിക്കൻ പൊരിക്കാനൊക്കെ എടുക്കുമല്ലോ. അങ്ങനെയുള്ള യാതൊരു കാര്യത്തിനും ഈ അപ്പച്ചട്ടി എടുക്കാതിരുന്നാൽ അങ്ങനെ അങ്ങ് നല്ലപോലെ ഇരിക്കും. പിന്നെ
അപ്പത്തിനുള്ള മാവ് അരിയൊക്കെ ആട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോ വീഡിയോയിൽ കാണുമ്പോഴേ അപ്പത്തിനിങ്ങനെ ആട്ടി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോൾ അതിങ്ങനെ നല്ല പൊന്തി വരുമെന്ന് പറയും. പക്ഷേ എനിക്ക് ഇന്നേ വരെ അങ്ങനെ വന്നിട്ടില്ല. അതെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ എങ്ങനെയാണിത് ഈ അരി ആട്ടി വെക്കണതെന്ന് വെച്ചാൽ കുറച്ച് അരിയും ഇടും, ഒരു പിടി ഉഴുന്നിടും. അതിനുശേഷം അതൊന്ന് ഒരു 4-5 മണിക്കൂറൊക്കെ കുതിരാൻ വെച്ചതിന് ശേഷം അതിനെ ആട്ടിയെടുക്കാൻ നേരത്ത് അതിലേക്ക് ചോറിടും, തേങ്ങാപ്പീരയിടും, ഈസ്റ്റ് ഇടും. ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ടാണ് ആട്ടിയെടുക്കുന്നത്. അതിന് ശേഷം 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്ന് കലക്കി വയ്ക്കും. പിറ്റേന്ന് രാവിലെ നോക്കുമ്പം എല്ലാ ദിവസവും എൻ്റെ മനസ്സിൽ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ ഇതിങ്ങനെ പൊങ്ങിച്ചൊരിഞ്ഞിരിക്കുമെന്നാണ്. പക്ഷെ ഒന്നും സംഭവിക്കില്ല. ഒരല്പം മാത്രം നമ്മളിപ്പോൾ ആട്ടി വെച്ചേക്കാൽ ഒരു ശകലം മാത്രം ഒന്ന് പൊന്തി വരാറേ ഉള്ളൂ. എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഈ മാവിനെ ഒന്ന് കാണണമെന്ന്. പക്ഷേ ഇഡലിക്കും ദോശയ്ക്കൊക്കെ ആട്ടി വെക്കുമ്പോഴേക്കും നല്ല പൊന്തി വരാറുണ്ട്. അപ്പോൾ ഈ അപ്പത്തിന് എങ്ങനെയാണ് ആ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തരണേ. എനിക്ക് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴും ഞാൻ ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് അവർ ചെയ്യേണ്ടത്. ഇനി ഈസ്റ്റ് കൂടുതലിടണം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ എന്തായാലും കേശുവിനുള്ള 2 കുഞ്ഞനപ്പം ചുട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല ഉടച്ചെടുക്കണം. ഇവിടെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇതേപോലെ കിടക്കണമെന്ന് ചേട്ടന് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്ത് അതിനൊന്ന് പരുവപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ അതേപോലെയൊക്കെ എടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. എന്നാൽ മാത്രമാണ് നല്ലൊരു ടേസ്റ്റ് തോന്നുള്ളൂ. അപ്പോൾ അമ്മ തേങ്ങയൊക്കെ അവിടെ തിരുവി തേങ്ങാപ്പാലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇനി അതിനെ ഒന്ന് അരിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കൂല, ഒന്ന് ചൂടാക്കി എടുക്കുകയുള്ളൂ. അതിനുശേഷം കടുകും കൂടെ താളിച്ചിട്ടാൽ നല്ല കീടിയിലൻ ഉരുളക്കിഴങ്ങ് കറി റെഡിയായി. പിന്നെ ഇത് എരിവ് നമ്മൾ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് കുറച്ചധികം പച്ചമുളക് ചേർക്കും. പിന്നെ ഇവിടെ നമുക്ക് എല്ലാവർക്കും എരിവ് കുറച്ചധികം ഇഷ്ടമായതുകൊണ്ട് കുറച്ചധികം പച്ചമുളക് ചേർത്താണ് എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം ഓടി വന്ന് കേശുവിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് തേച്ച് വയ്ക്കണം. എനിക്കാണെങ്കിൽ ഇങ്ങനെ തലേ ദിവസം തേച്ച് വയ്ക്കാൻ ഭയങ്കര മടിയാണ്. യൂണിഫോം ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ യൂണിഫോം എനിക്ക് അന്ന് മോൻ ഇടാറാകുമ്പോഴും നന്നായിട്ട് തേച്ച് മിനുക്കി കൊടുക്കുന്നതാണ് ഒരിഷ്ടം. അപ്പോൾ ഞാനൊരു 6:45 ആകുമ്പോഴേക്ക് ഇവിടെ അച്ഛനെ മോനെ വിളിക്കുമ്പോഴേക്കും രണ്ടാളും ഇങ്ങ് ഇറങ്ങി വന്നോളും. പിന്നെ കുറച്ച് സമയം കേശു അവൻ്റെ അച്ഛൻ്റെ മടിയിലൊക്കെ കിടന്ന് കുറച്ചൊന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് എണീക്കണത്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എണീച്ച് വരുമ്പോഴത്തേക്ക് പേസ്റ്റും ബ്രഷും എടുത്ത് കൊടുത്തിട്ട് അവിടെ പോയി നിന്നോന്ന് പറയും. എന്ന് വെച്ചാൽ അലക്കലിൻ്റെ മേളിൽ അവിടെ നിൽക്കുമ്പോൾ ആൾ കുറച്ചൊന്ന് ഉഷാറാവും. ആ റോഡിൽ പോകണ എല്ലാവരോടെയും സംസാരിച്ച്, പിന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകണതൊക്കെ കാണാമല്ലേ, അപ്പോൾ അവരോടെയൊക്കെ സംസാരിച്ചും ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുമ്പോഴേക്കും ആൾ നല്ല ഹാപ്പി ആവും. അല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ ആ ഒരേ ഒരു കിടക്കുക എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്നതുകൊണ്ട് മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ ആൾ ഓടിച്ചാടിയൊക്കെ തന്നെയാണ് വരണത്. അങ്ങനെ കേശുവിൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ചേട്ടൻ്റെ ഡ്രസ്സും ഒക്കെ അയൺ ചെയ്ത് വെക്കണം. ഇത് കഴിഞ്ഞിട്ട് കേശുവിനെ ഒന്ന് കുളിപ്പിക്കണം. ഞാൻ ഇടയ്ക്ക് മോനും വയ്യാണ്ടൊക്കെ ആകുമ്പോഴേക്ക് രാവിലെ അങ്ങനെ കുളിപ്പിക്കാതെയാണ് സ്കൂളിൽ വിടുന്നത്, മേലെ കഴുകിയിട്ട്. ഇപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതാ കണ്ടില്ലേ, കേശു അവിടെ എല്ലാവരെയും നോക്കി സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം പറയണം, കേശു പല്ല് തേക്കണുണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ ചെല്ലണത് വരെ ആ ബ്രഷ് അങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കും പല്ല് തേക്കാണ്ട്. അങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്കും എന്തായാലും പല്ലൊക്കെ തേച്ച് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ ചേച്ചിക്കും ജോലിക്ക് പോകണം, അപ്പോൾ കേശു വിടണില്ല. മഞ്ജു ആൻറ്റി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഭയങ്കര സംസാരം. ആ ചേച്ചിയാണെങ്കിൽ കേശുവിൻ്റെ സംസാരം കേട്ടാലും പോവില്ല, അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ മോളാണ് മാള് പോയാൽ അങ്ങനെയാണ് മഞ്ജു ആൻറ്റി രാത്രി ഭയങ്കര പട്ടിശല്യം. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് പുല്ലുകാടെന്ന് മാറ്റിയിട്ട് പട്ടിക്കാടെന്നാക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും നല്ലത്. അത്രത്തോളം പട്ടികളാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ മതിലിൻ്റെ അപ്പുറത്തെ റോഡാണ്, അവിടെയാണ് ഇത് ഇത്രയും എണ്ണം കിടക്കുന്നത്. ഏകദേശം ഒരു 8 പട്ടിയോളം ആ സ്ഥലത്താണ് കിടക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസം നമ്മുടെ വീട്ടിൽ കയറി ചെരുപ്പെടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പൊക്കെ നമുക്ക് പുറത്തിങ്ങനെ, അത് രാത്രിയിൽ മാത്രമല്ല രാവിലെ പോലും പുറത്തോട്ട് കാണിക്കാനായിട്ട് പറ്റൂല. അങ്ങനെ കേശുവിൻ്റെ കുളിയും ജപവും കാര്യങ്ങളും പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് മോന് റെഡി ആവാനായിട്ട് വന്നിട്ടുണ്ട്.
അങ്ങനെ ഇനി കേശുവിനെ ഉടുപ്പൊക്കെ ഇടിയിച്ച് യൂണിഫോമൊക്കെ ഇടിയിച്ച് ഒന്ന് ഒരുക്കി എടുക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ മിക്കവാറും ചേട്ടനാണ് ചെയ്യണത്. ഇന്നിപ്പോൾ ചേട്ടന് കുളിച്ചൊക്കെ ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. ഈ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ഫുൾ അതിനെ എഡിറ്റ് ചെയ്ത് അതിൽ വോയിസ് ഓവറൊക്കെ കൊടുത്ത് എല്ലാം ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് അൺലിസ്റ്റഡ് ആക്കിയും കിട്ടിയിരിക്കുകയാണല്ലോ പതിവ്. കുറച്ച് സമയം കഴിഞ്ഞ് അതിനെ ഒന്ന് നോക്കി അൺലിസ്റ്റഡൊക്കെ മാറ്റി പബ്ലിക്കാക്കാനായിട്ട് നോക്കിയ സമയത്തുണ്ട് എനിക്ക് ഇത് കോപ്പിറൈറ്റും അല്ല വന്ന് കിടക്കണം, വാണിംഗ് പോലെയാണ് വന്ന് കിടക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കും ഇതിന് ഈ എന്താ പറയാനായിട്ട് ഇതിൻ്റെ യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എതിരായിട്ടാണ്, പോളിസിക്ക് എതിരായിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ കോപ്പിറൈറ്റ് വരാനായിട്ട് ഞാൻ തലപോഞ്ഞ് ആലോചിച്ചിട്ടും ഇതിലൊരു കുന്തവും ഇല്ല. വേറെ പാട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ പാട്ടൊന്നും കേൾക്കാനായിട്ടും അങ്ങനെ കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇനി സുപ്രഭാതം നിങ്ങളെ കേട്ടിട്ടാണോ എന്നൊക്കെ നോക്കി ഫുൾ ചെക്ക് ചെയ്തപ്പോഴേക്ക് ഈ കോപ്പിറൈറ്റാണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത്ര സെക്കൻഡ് തൊട്ട് ഇത്ര സെക്കൻഡ് വരെയാണ് ആ ഒരു പോർഷനിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. കേശു കരയണ ഒരു സീനുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് കേശുവിനെ കുളിപ്പിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കേശുവിനെ കുളിപ്പിക്കുന്ന ആ പോർഷനും കട്ട് ചെയ്ത് മോൻ കുളിക്കണ രീതി ആണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാണ്ടാണ് ഞാൻ മോൻ കുളിക്കുന്ന ആ വീഡിയോ എടുത്തത്. ഇത് യൂട്യൂബിൽ നമ്മൾ വിചാരിക്കും പോലെ അല്ല കേട്ടോ. കേശു പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാര്യം കൂടെ പറയട്ടെ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും മൈന്യൂട്ടായിട്ട് ഇങ്ങനെ തലനാരിഴ കീറി യൂട്യൂബുകാർ നോക്കും എന്നുള്ളത് ഞാൻ എത്രയും കാര്യമായിട്ട് വിചാരിച്ചില്ല. എനിക്ക് ഇതിനു മുന്നേയും ഒരു വാണിംഗ് കിട്ടിയതായിരുന്നു. അത് ഞാൻ വോട്ട് ചെയ്യാനായിട്ട് പോയ സമയത്ത് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെന്ന് പറയുമ്പോൾ യൂട്യൂബുകാരായിട്ട് തന്നെ നമ്മുടെ വീഡിയോ റിമൂവ് ചെയ്ത് കളയും. അതുപോലെ ഞാൻ ഒരു ഷോർട്സ് ഇട്ടതായിരുന്നു, അവരത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കും ഇതെന്ത് ഇങ്ങനെ കാണിച്ചു. ഞാൻ വിചാരിച്ചിനി വോട്ട് ചെയ്യാൻ പോണത് കാണിച്ചതുകൊണ്ടാണോ എന്ന്. പിന്നെയാണ് മനസ്സിലായത്. പിന്നെ അവർ കറക്റ്റായിട്ട് പറയും കേട്ടോ, നമുക്ക് മെയിൽ വരും. അപ്പോൾ മെയിലിൽ എന്താണ് റീസൺ എന്ന് അവർ മെൻഷൻ ചെയ്തിരിക്കും. അപ്പോഴാണ് മനസ്സിലായത് ആ ഒരു പോർഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റിക്കും നമ്മുടെ സേഫ്റ്റിക്കും ഒരുപാട് പ്രാധാന്യം യൂട്യൂബുകാർ കൊടുക്കണുണ്ട്. അപ്പം ഞാൻ കേശുവിൻ്റെ കാര്യം പറഞ്ഞത് കേശുവിൻ്റെ കുളിസീനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ഇങ്ങനെയൊക്കെ എനിക്ക് വാണിങ്ങൊക്കെ വരാനായിട്ട് കാരണമെന്ന് കേശുവിനെ കൊണ്ടുവന്നാലേ എനിക്ക് തൊല്ലയാണ്. അല്ലെങ്കിൽ യൂട്യൂബുകാർ എന്തെന്ന് വെച്ചാൽ അവർ കമൻറ്റ് സെക്ഷൻ അങ്ങ് ഓഫാക്കിയിടും. പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും ഞാൻ കാണുന്നത്, പിന്നീടായിരിക്കും ഞാൻ കമൻറ്റ് ഓൺ ആക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അതായിരിക്കും. പിന്നെയാണ് കാര്യം മനസ്സിലായത്. പിന്നെ ഞാൻ മെയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് പിടികിട്ടിയത്. കേശു ഇതിൽ കരയണ ഒരു സീനുണ്ട്. കരയണമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കരയണതായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ഇനി വഴിയെ പറഞ്ഞു തരാം മോൻ എന്തിനാണ് കരഞ്ഞതെന്ന്. അപ്പോൾ ആ മോൻ്റെ അത്രയും കരച്ചിൽ ഞാനിതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞത്. അപ്പം ഞാൻ വീണ്ടും അതെല്ലാം മാറ്റി നമ്മൾ വീണ്ടും പൊളിച്ചെടുക്കുമെന്ന് പറയുമല്ലോ, അതുപോലെ പൊളിച്ചടുക്കിയിട്ടാണ് വീണ്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പോണത്. അങ്ങനെ നേരെ കടയിലൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സന്തോഷങ്ങൾക്കൊടുവിൽ നമുക്ക് എന്തെങ്കിലും വിഷമതകളൊക്കെ തരുമെന്ന്. അതുപോലെ ആയിരുന്നു. ഓണാഘോഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് അമ്മയ്ക്ക് ഇതാ വയ്യാണ്ടായി. അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ അയലത്ത് പോയിട്ട് വന്നതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് വന്നതിൻ്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അമ്മ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വിളിക്കണതാണ്. അന്ന് വിളിച്ചില്ല, ഞാനും അങ്ങോട്ട് വിളിച്ചില്ല. രാത്രി വിളിച്ചപ്പോഴാണ് അച്ഛൻ പറയണത് അമ്മയ്ക്ക് ഭയങ്കര പനിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിചാരിച്ചു പനിയായിരിക്കും. അങ്ങനെ അച്ഛൻ പറഞ്ഞ അത്ര സീരിയസ്നെസ് ആയിട്ട് ഞാൻ എടുത്തില്ല. പക്ഷേ ഞങ്ങൾ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ അമ്മയുടെ മുഖമൊക്കെ ഭയങ്കര നീരും. പനിയെന്ന് വെച്ചാൽ അയ്യോ പൊള്ളണ പനിയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേക്കും അമ്മയ്ക്ക് കൗണ്ട് കുറവ്, ഭയങ്കര പ്രശ്നം. അങ്ങനെ കൗണ്ടൊക്കെ നല്ല കുറവായിരുന്നു. അങ്ങനെ 4 ദിവസം കൊണ്ട് അമ്മ ഹോസ്പിറ്റലിൽ വീട് അങ്ങനെയായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും 2-3 ട്രിപ്പ് വെച്ചാണ് അമ്മയ്ക്ക് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ അല്ലാണ്ട് 1-2 കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് അമ്മയുടെ അസുഖം ഒരു സൈഡ്, അല്ലാണ്ട് വേറെ നമ്മൾ ഫാമിലി അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഓണം കഴിഞ്ഞ സമയം തൊട്ട് ആ ഓണത്തിനുള്ള അടിച്ചുപൊളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം ഭയങ്കര മനസ്സിനൊന്നും ഒരു സുഖവും ഇല്ലാത്ത കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും ഇപ്പം മാറിയിട്ടുണ്ട്.
അങ്ങനെ അമ്മ വീട്ടിലൊക്കെ പോയി അമ്മയെ വീട്ടിലേക്ക് കൊണ്ടാക്കി. അപ്പോൾ അനിയത്തി തന്നെയാണ് എപ്പോഴും അമ്മയുടെ കൂടെ ഉള്ളത്. അവളിപ്പോൾ നാട്ടിലുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനം. അപ്പോൾ അവളെപ്പോഴും കാണും അമ്മയുടെ കൂടെ. അങ്ങനെ പിന്നെ അമ്മയെ വീട്ടിലൊക്കെ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലൊക്കെ ആക്കി. അതിനുശേഷം ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് പഴഞ്ഞു കുടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നലത്തെ കറികളും കാര്യങ്ങളൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വരണ വഴിക്ക് കരുവാടും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതും കൂടെ പൊരിച്ച് ഉച്ചത്തേക്ക് പഴഞ്ഞാക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. അങ്ങനെ അമ്മ പഴഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ പഴഞ്ഞി എന്ന് പറയുന്നത് തലേദിവസത്തെ ചോറിനെയാണ് കേട്ടോ. പഴഞ്ചോറിനെയാണ് നമ്മൾ പഴഞ്ഞി എന്ന് പറയാറ്. അപ്പോൾ നല്ല തൈരുണ്ടായിരുന്ന പഴഞ്ഞിയുണ്ട്. പിന്നെ അതുപോലെ മറ്റേ കൊണ്ടാട്ട മുളകില്ലേ അത് പൊരിച്ചതുകൊണ്ട്, തലേദിവസത്തെ മീൻകറി ചൂടാക്കി വെച്ചതുകൊണ്ട്, തലേദിവസത്തെ അവിയലുണ്ട്, തലേദിവസത്തെ തോരനുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ചോറ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടിരുന്നുകൊണ്ടാണ് ഞങ്ങൾ പഴഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാനൊരു 2 മണിയൊക്കെ ആയപ്പോഴാണ് പഴഞ്ഞി കുടിച്ചത്. അമ്മ അതിന് മുന്നേ കുടിച്ചായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായാണ് രാവിലത്തെ കാപ്പി തന്നെ കുടിച്ചത്. അതുകൊണ്ട് പിന്നെ വിശപ്പായില്ല. അപ്പോൾ 2 മണിക്ക് പഴഞ്ഞിയും കുടിച്ചിട്ട് വേണം 2:30 ആകുമ്പോഴേക്ക് കേശുവിനെ വിളിക്കാൻ പോകാനായിട്ട്. അങ്ങനെ ഇനി തൈരൊക്കെ ഒഴിച്ച് പഴഞ്ഞിയെടുത്ത് തൈരൊഴിച്ച് ഉപ്പിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ എല്ലാം ഇട്ട് കരുവാടും കൂടെ പൊരിച്ച് പഴഞ്ഞി കുടിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നോ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ കരുവാട് പൊരിച്ചൊക്കെ എടുത്ത് എന്നാലും കരുവാട് അത്ര നല്ലതായിരുന്നില്ല. ഒരു പണി കിട്ടിയ കരുവാടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചപ്പോഴേ എനിക്ക് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ കരുവാട് കൊള്ളാമോ നല്ലതാണോ എന്നുള്ളത്. എന്നാലും ചെമ്പല്ലി കരുവാടായിരുന്നു. വാങ്ങിച്ച് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അതിനൊന്ന് പൊരിക്കണേന് മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് കഴുകി ക്ലീനാക്കിയൊക്കെ എടുത്തപ്പോഴേ ചെറിയൊരു സ്മെല്ല് പോലെ തോന്നി. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു അത് ചെമ്പല്ലി ആയതുകൊണ്ടായിരിക്കുമെന്ന്. എൻ്റെ മോനെ പൊരിച്ചെടുത്തപ്പോഴുണ്ടല്ലോ വായിലോട്ട് വയ്ക്കാൻ കൊള്ളൂല, അത്ര പന്ന കരുവാടായിരുന്നു അത്. എന്തു പറയാനായിട്ട്, എന്തോ ഡേറ്റ് കഴിഞ്ഞതോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്കൊന്നും മിണ്ടാൻ പറ്റൂലല്ലോ. അങ്ങനെ അതുകൊണ്ട് മാത്രം ആ കരുവാടിനെ പറ്റി നമ്മൾ എന്തായാലും പൊരിച്ച് നമ്മളത് കളഞ്ഞത് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ കരുവാട് ഭയങ്കര കൊതിയോടുകൂടെയാണ് ഞാൻ പോയി വാങ്ങിച്ചത്. അപ്പോൾ ഇനി നാളെ ചന്തയിൽ പോകുമ്പോൾ നല്ല സൂപ്പർ കരുവാടുകൾ ചന്തയിൽ കൊണ്ടുവച്ചിരിക്കും. അല്ല ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും നല്ല കിടിലൻ കരുവാട് കിട്ടും. അപ്പോൾ ആ കരുവാടിൻ്റെ കൂടെയുള്ള അതിയായ ആഗ്രഹം കാരണം നാളെ എന്തായാലും എനിക്ക് കരുവാട് വാങ്ങണം. അപ്പം ഞാൻ പഴഞ്ഞിയും കൊണ്ട് വന്നപ്പോഴേക്ക് അമ്മ ഇവിടെ ഉപ്പും മുളകും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഞങ്ങളെല്ലാവരും ഉപ്പും മുളകിൻ്റെ ഒരു ബിഗ് ഫാനാണെന്ന് പറയാം. കേശു എന്നുള്ള പേര് കിട്ടിയത് തന്നെ ഉപ്പും മുളകും കണ്ടിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉപ്പും മുളകിലെ കേശുവിനെയൊക്കെ. അങ്ങനെയാണ് നമ്മളെ മോന് കേശു എന്ന് പേരിട്ട് കൊടുത്തതും. അങ്ങനെ ഞാനും അവിടെ വന്നിരുന്ന് പഴഞ്ഞിയും കുടിച്ച് ഉപ്പും മുളകും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ എപ്പിസോഡൊക്കെ ഉണ്ടല്ലോ, അതിൽ ചില എപ്പിസോഡുകളൊക്കെ നമ്മളിങ്ങനെ റിപ്പീറ്റ് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നറിയാമോ. ഇപ്പോഴത്തതും നമുക്ക് പ്രശ്നമില്ല, കൊള്ളാം. എന്നാലും ഇതിനു മുന്നേ ഈ കേശുവും ശിവയൊക്കെ കുഞ്ഞായിരുന്നപ്പോഴുള്ള എപ്പിസോഡുകളുണ്ടല്ലോ, അയ്യോ ഒരു രക്ഷയില്ലാത്ത കുറേ എപ്പിസോഡുണ്ട്. ബാലുവിൻ്റെയും നീലുവിൻ്റെയൊക്കെ അഭിനയമൊക്കെ നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റാത്ത രീതിയിലാണ് അവരുടെ രീതികളെല്ലാം. അങ്ങനെ പഴഞ്ഞിയൊക്കെ കുടിച്ച് കേശുവിന് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ ഈ ഒരു കരച്ചിലല്ല, ഇതിന് മുന്നേ കേശു ഭയങ്കര നിലവിളിയായിരുന്നു. അതൊക്കെ ഞാൻ അതേപോലെ ഷൂട്ട് ചെയ്തിട്ടായിരുന്നു. അതിനായിരുന്നു എനിക്ക് പണി കിട്ടിയത്. അപ്പോൾ കൊച്ചു പിള്ളേർക്ക് എതിരായിട്ടുള്ള എന്ത് കാര്യങ്ങളും മോൻ്റെ കരച്ചിലോ അല്ലെങ്കിൽ കൊച്ചു പിള്ളേരിങ്ങനെ അവരുടെ ഡ്രസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സില്ലാതെ നിൽക്കുകയോ, അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. പക്ഷേ ഒരു കണക്കിന് നോക്കിയാൽ ഈ പറയും പോലെ ഒരുപാട് സേഫ്റ്റി, നമ്മളെ സൈഡിനുള്ള ഒരുപാട് സേഫ്റ്റി അല്ലേ. ചെറിയ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ തന്നെ അവർ കമൻറ്റ് സെക്ഷൻ അങ്ങ് ഓഫാക്കും. എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർക്കെതിരെയുള്ള ഒരു കമൻറ്റും അവർ അലോ ചെയ്യണതല്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കേശു അത്രയും കരയാനായിട്ടുള്ള കാരണം, കേശുവിൻ്റെ സ്കൂളിൽ സ്പോർട്സ് ഡേ ഉണ്ടായിരുന്നു. അന്ന് കേശു ഓട്ട മത്സരത്തിലുണ്ട്. ആ ഓട്ട മത്സരത്തിൽ കേശു ദയനീയമായിട്ട് പരാജയപ്പെട്ട് കേശുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാം ജയിച്ച് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കേശുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനായിരുന്നു. അപ്പോൾ അവർക്കുള്ള സമ്മാനം, അവർക്കുള്ള പ്രൈസ് ഇന്ന് സ്കൂളിൽ വെച്ച് കൊടുത്ത്. അപ്പോൾ കേശുവിനത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ ചെന്ന സമയത്തേ പറയാണ് അവർക്കൊക്കെ പ്രൈസ് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അവർ വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് അവർ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കും. ഭയങ്കര സന്തോഷം. മോൻ്റെ മനസ്സിൽ അതൊക്കെയായിരുന്നെന്ന് തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞ് വന്ന ആൾ വീടെത്തിയപ്പോഴേക്കും അങ്ങ് ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ ഞങ്ങൾക്കങ്ങ് സഹിക്കാൻ പറ്റില്ല. ഭയങ്കര നിലവിളിയായിരുന്നു.
ഇത് എന്നെ ഇങ്ങനെ പറഞ്ഞ് കരയായിരുന്നു. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട്, മോനെ നീ അതിൽ പങ്കെടുത്തല്ലോ, നീ ജയിച്ചാലും ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് മുത്തം തരും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവൻ്റെ കുഞ്ഞു മനസ്സിൽ അതൊന്നും കയറിയില്ല. ഭയങ്കര വിളിയായിരുന്നു. അപ്പോൾ ആ കരച്ചിൽ ഞാനെടുത്തിട്ടതാണ് എന്നെ യൂട്യൂബുകാർ വാണിംഗ് തന്ന് എൻ്റെ വീഡിയോ പോലും അവർ റിമൂവ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി കരച്ചിലൊക്കെ ഇട്ടാൽ ഇത്രയും പ്രശ്നം വരുമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ കുഴക്കട്ടേക്ക് അമ്മ ഉണ്ടാക്കി, ഇനി കുഴക്കട്ടേക്ക് കുടിക്കണം. അതിന് മുന്നേ മോൻ ഇത്രയും കരഞ്ഞ സമയത്ത് നമുക്ക് ചെറിയൊരു ദേഷ്യം സ്കൂളുകാരുടെ അടുത്തുണ്ടായിരുന്നു. കാരണം ഒരു പ്രോത്സാഹന സമ്മാനമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത പിള്ളേർക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്നൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. പിന്നീട് നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലായത്. കേശു ഇപ്പോൾ അവൻ്റെ തോൽവി അക്സെപ്റ്റ് ചെയ്യണുണ്ട്. ഞാൻ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് പ്രൈസ് കിട്ടാത്തത് എന്നൊരു തിരിച്ചറിവ് മോന് വന്ന്. ഇപ്പോൾ എങ്ങാനും അവരൊരു പ്രോത്സാഹന സമ്മാനം കൊടുത്തിരുന്നെങ്കിൽ കേശു ആയിരുന്നാലും അല്ല ഏത് കുട്ടികളായിരുന്നാലും വിചാരിക്കും നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് പ്രൈസ് കിട്ടുന്നുണ്ടല്ലോ, പിള്ളേർക്ക് അതല്ലേ വലുത്, ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്താലും മതി, നമുക്ക് എന്തായാലും നമുക്ക് സമ്മാനം സ്കൂളിൽ നിന്ന് കിട്ടാനുണ്ട്. ആ ഒരു പ്രൈസിന് വാല്യൂ ഇല്ലാതെ പോവും. പക്ഷേ ഇപ്പം മോന് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ അവൻ രാത്രി പറയണുണ്ട്, ഞാൻ അടുത്തിട്ട് നന്നായിട്ട് കളിക്കുമോ അപ്പോൾ എനിക്ക് പ്രൈസ് കിട്ടുമല്ലോ എന്ന്. ആ ഒരു തിരിച്ചറിവാണ് അവർക്ക് വേണ്ടത്. നമ്മൾ ആദ്യം നമുക്ക് ഒരുപാട് സങ്കടം തോന്നി മോൻ്റെ കരച്ചിൽ കണ്ടപ്പോഴേക്ക്. സ്കൂളുകാർ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നൊരു ചിന്തയൊക്കെ വന്ന്. പക്ഷേ അവരായിരുന്നു ശരിയെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവണുണ്ട്. നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മൾ ഇമോഷണലായിട്ട് ഇരുന്നിട്ട് ചിന്തിച്ചാലും നമുക്ക് കറക്റ്റൊരു ഡിസിഷനോ അല്ലെങ്കിൽ കറക്റ്റൊരു അതിനൊരു പോം വഴി കിട്ടില്ല. നമ്മൾ നല്ല മനസ്സോടുകൂടി നമ്മൾ മനസ്സ് ശാന്തമായിട്ടിരിക്കുമ്പോൾ മാത്രമേ എന്ത് കാര്യത്തിനും സൊല്യൂഷൻ കണ്ടെത്താൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ രാത്രി ഈ മോൻ്റെ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിന്തിച്ച സമയത്താണ് ഇതാണ് കറക്റ്റ് കാര്യം. സ്കൂളുകാരുടെ അടുത്ത് തീരുമാനം എന്തായാലും കറക്റ്റാണ്. മോൻ അത് മനസ്സിലായി. അവരത് പറയണുണ്ട്, അടുത്ത് ഞാൻ സമ്മാനം വാങ്ങും, നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന്. അപ്പോൾ ആ ഒരു കാര്യമാണല്ലോ വേണ്ടത്. അല്ലെങ്കിൽ അവരുടെ കുഞ്ഞു മനസ്സിൽ നേരെ തിരിച്ചാണ് തോന്നുന്നത്. എങ്ങനെയൊക്കെ കാണിച്ചാലും സമ്മാനം കിട്ടണുണ്ടല്ലോ എന്നൊരു തോന്നൽ വരും. കേശുവിൻ്റെ ഓണക്കോടികളാണ്. അപ്പോൾ എല്ലാം കൂടെ അടുക്കി വെക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ചേച്ചി കേശുവിന് കിട്ടിയ ഓണക്കോടികൾ എല്ലാം കൂടെ ഒന്ന് കാണിക്കണേന്ന്. അപ്പോൾ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച്. കേശു ഇടാത്ത ഡ്രസ്സ് അതിലിപ്പോൾ ഒത്തിരി കുറവാണ്. മിക്കതും കേശു ഇപ്പം ഓണത്തിന് കിട്ടിയെന്ന് പറഞ്ഞാലും അവ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, ഇത് കേശു ഇട്ടില്ല. ഇത് അവൻ്റെ കുഞ്ഞപ്പ വാങ്ങിക്കൊണ്ട് വന്ന ഡ്രസ്സാണ്. ഇതൊരെണ്ണവും അതുപോലെ തന്നെ ഇതാ ഈ ഒരു ടീഷർട്ടും. ഇത് രണ്ടും കേശുവിൻ്റെ കുഞ്ഞപ്പ വാങ്ങിയതാണ്. അപ്പോൾ ഒരു പാൻറ്റും ഉണ്ടായിരുന്ന അത് കേശുവിന് കുറച്ച് ചെറുതായതുകൊണ്ട് അപ്പോൾ ചേച്ചി അത് തിരിച്ചു കൊണ്ടുപോയിട്ട് അത് മാറ്റിയിട്ട് ഇതുപോലെ ഒരു ടീഷർട്ട് വാങ്ങി വെക്കാമെന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചെടുത്തുകൊണ്ട് പോയി. പിന്നെ ഇതാ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും, ഞാൻ കാണിച്ചതാണ്. ഇത് കേശുവിൻ്റെ ട്യൂഷൻ സാറ് വാങ്ങിയതാണ്. കിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സാണ് കേശുവിന്. നല്ല ക്വാളിറ്റി ഉണ്ട്, തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ കേശുവിന് ഇപ്പോൾ ഒത്തിരി വലുതായതിന് പ്രശ്നമില്ലല്ലോ, കുറച്ചും കൂടെ ഇടാൻ പറ്റുമല്ലോ, ചെറുതായാലല്ലേ പ്രശ്നമുള്ളൂ. അപ്പം നല്ല രസമുണ്ട് ഇത് രണ്ടെണ്ണം. പിന്നെ ഇത് അമ്മ വാങ്ങിയതാണ്. ഇതൊക്കെ കേശു ഇട്ട് 2 പ്രാവശ്യം ഇതൊക്കെ ഇട്ട്. അതിൻ്റെ കൂടെ ഉള്ളതാണ് ഇത് രണ്ടും അമ്മ വാങ്ങിയത്. അമ്മ എന്നല്ല, അമ്മയും അച്ഛനും വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു ടീഷർട്ടും ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല, കഴുകട്ടേക്കാണെന്ന് തോന്നുന്നു. കേശു ഇട്ടതാണ് അതെല്ലാം. പിന്നെ ഇത് അവൻ്റെ കുഞ്ഞ് വാങ്ങിയതാണ്. ഈ ഓണക്കോടി കേശുവിൻ്റെ കുഞ്ഞയുടെ വകയാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ പൊന്നനെ വാങ്ങിക്കൊടുത്ത ഓണക്കോടിയായിരുന്നു ഇതും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മുണ്ടും ഉണ്ട്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, നോക്കട്ടെ. പിന്നെ ഇത് ചേട്ടൻ വാങ്ങിയ ഓണക്കോടി. ഇത് ഇവിടുത്തെ അമ്മ വാങ്ങിയത്, കേശുവിൻ്റെ അച്ചാമ്മ വാങ്ങിയ ഓണക്കോടിയാണിത്. ഇതൊരെണ്ണം. പിന്നെ ഇത് വീട്ടിലിടാനായിട്ട് ഓണക്കോടിയാണ്, എന്നാലും വീട്ടിലിടാനായിട്ട് ചേട്ടൻ വാങ്ങിയത്. ഇനി ഒരു ടീഷർട്ടും കൂടെ ഉണ്ട്, അത് എവിടെ ഇരിക്കണോ എന്തോ. അതാണ് കേശു ഓണത്തിനിട്ടിരുന്നത്. അത് നല്ല കിടിലൻ ടീഷർട്ടാണ്, അത് ചേട്ടൻ വാങ്ങിയതായിരുന്നു. പിന്നെ ഇതും അങ്ങനെ തന്നെ. പിന്നെ ഇത് മോളേൻ്റെ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇത് മാത്രം പൊട്ടിച്ചിട്ടില്ല. ഈ ഒരു മുണ്ടും പിന്നെ ആ ഒരു ടീഷർട്ടും, ഇത് മാത്രമേ കേശുവിന് ഇടാനായിട്ടുള്ളൂ, ബാക്കി എല്ലാം ഇട്ടത് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് കേശുവിന് കിട്ടിയ ഓണക്കോടി. ഇത് നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു ഷർട്ടും പിന്നെ ഒരു മുണ്ടും. അപ്പം ഇതൊക്കെയാണ് കേശുവിൻ്റെ ഓണം. കേശുവിൻ്റെ ഓണം അടിപൊളിയായിരുന്നു. കേശു അടിച്ച് പൊളിച്ച്. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകാനായിട്ടൊക്കെ ഭയങ്കര മടിയായിരുന്നു. സ്കൂള് തുറന്നതിൻ്റെ ഒന്നും ഇവിടെ എന്തൊക്കെ നാടകങ്ങളെന്നറിയാമോ കേശു കാണിച്ചത്. ഇനി 2 കൂടെ ഉണ്ട്.
ഇനി രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ അമ്മ വാങ്ങിച്ച ഒരു ടീഷർട്ടും ഉണ്ട്, എൻ്റെ അമ്മ വാങ്ങിച്ച ഒരു ടീഷർട്ടും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചേട്ടനെടുത്ത് ഒരു ടീഷർട്ട് അതായിരുന്നു. ഞാൻ പറഞ്ഞു എന്തോ തിരുവോണത്തിൻ്റെ അന്ന് ഇട്ടുകൊണ്ട് പോയി, ആ തിരുവോണത്തിൻ്റെ അന്ന് അതും ഇട്ട് ഈ മുണ്ടും ഉടുത്തൊക്കെയാണ് കേശു പോയി. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേശുവിൻ്റെ ഓണക്കോടി. ഇതിൽ ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. കാരണം റേറ്റും ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനത്തെ വർക്കൊക്കെ പറഞ്ഞതിന് റേറ്റ് കൂടുതലായിരിക്കും എന്നാണ്. പക്ഷെ അതൊന്നുമില്ല. 290 എന്തോ ആ റേറ്റിന് 280 അത്രയും റേറ്റിന് ഇതൊക്കെ കിട്ടി. അപ്പോൾ ഭയങ്കര സംഭവമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചിരിക്കണം എനിക്ക് ഇനിയും ഒരു മുണ്ടും നേരിയതൊക്കെ വാങ്ങണമെന്ന്. അപ്പം ഞാൻ എന്തായാലും ഇനി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ കൈത്തറിയിൽ നിന്ന് മാത്രമേ ഇപ്പോൾ വാങ്ങുള്ളൂ. അവിടെ നല്ല റേറ്റിൽ, നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല കിടിലൻ സംഭവങ്ങളല്ലേ കിട്ടുന്നത്. അതുപോലെ തന്നെ മുണ്ടും നേരിയതെന്ന് പറഞ്ഞാലും ഞാൻ ഇനി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മൂക്ക് ഭയങ്കര ചൊറിച്ചിൽ, ജലദോഷത്തിന് തന്നെ എന്തോ. അപ്പം ഞാൻ ഇനി വാങ്ങണമെന്നുണ്ടെങ്കിൽ സാധാ മുണ്ടും നേരിയത് വാങ്ങൂല, ടിഷ്യൂ മാത്രമേ വാങ്ങുള്ളൂ. അതാകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് കഞ്ഞി മുക്കണം, കാടി മുക്കണം, അങ്ങനെ ഒന്നുമില്ല. മറ്റതാണെങ്കിൽ അറിയാമല്ലോ, നമ്മൾ ഒരു പ്രാവശ്യം ഉടുത്ത് കഴിയുമ്പോഴേക്കും അതിങ്ങനെ മൂക്കള പോലെ ആവും, ചുരുട്ടി കൂട്ടിയതുപോലെ ആവും. അപ്പം ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ടിഷ്യൂ സാരി തന്നെ ആണ് നല്ലത്. അത് കാണാനും എന്തൊരു ഗെറ്റപ്പാണ്, ഭയങ്കര രസവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്തോന്നു, ഭയങ്കര രസവും റേറ്റും കുറവ്. അപ്പോൾ ആ മ്യൂറൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ആ വർക്ക് ചിലപ്പോൾ കിടക്കൂലായിരിക്കും, എന്നാലും മ്യൂറൽ വർക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ അവിടെ നല്ല റേറ്റിൽ കിട്ടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരണമെന്നുണ്ടെങ്കിലേ കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ഫംഗ്ഷന് മാത്രം തിളങ്ങി നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറഞ്ഞതൊക്കെ വാങ്ങിക്കും. നമ്മൾ ഇടുമ്പോഴേക്കും നമ്മളത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം അതുപോലെ ഇരിക്കും അതിൻ്റെ റേറ്റ്. ചിലതൊക്കെ ചിലപ്പം ഇടയ്ക്ക് തന്നെ കണ്ടില്ലേ പൃഥ്വിരാജ് ഇട്ടിരുന്ന ഷർട്ടിന് 70,000 രൂപ എന്നൊക്കെ. അത് നമുക്ക് പറഞ്ഞാലല്ലേ അറിയാവൂ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ വിചാരിക്കാം പൃഥ്വിരാജ് ഇട്ടിരിക്കണോണ്ട് ഭയങ്കര റേറ്റ് ആയിരിക്കും, എന്നിട്ട് 70,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ സ്വർണം പതിപ്പിച്ചതൊന്നും അല്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഡ്രസ്സ് നമ്മൾ പ്രസന്റ് ചെയ്യണം, അതുപോലെ ഇരിക്കും അതിൻ്റെ ഒരു വിലയും വാല്യൂ. ഇപ്പോൾ ഒരു 400 രൂപ അല്ലെങ്കിൽ 200 രൂപയുടെ ടീഷർട്ടോ അല്ലെങ്കിൽ ഷർട്ടോ മോഹൻലാലോ മമ്മൂട്ടിയോ അതുപോലെ പൃഥ്വിരാജോ ഇട്ടാലും നമ്മൾ വിചാരിക്കും അതിന് 10,000-40,000 രൂപ കാണുമെന്ന്. അതുപോലെയാണ് നമ്മളതിങ്ങനെ പ്രസന്റ് ചെയ്യുന്ന രീതി പോലെ ഇടുന്ന ആൾക്കാർ പോലെയൊക്കെ ഇരിക്കും ആ ഡ്രസ്സിൻ്റെയൊക്കെ റേറ്റ്. എനിക്കിങ്ങനെ ഒരുപാട് റേറ്റിൽ ഡ്രസ്സ് വാങ്ങണതിനടുത്ത് വലിയ യോജിപ്പൊന്നുമില്ല. ഞാനിങ്ങനെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പ് കണ്ടില്ലേ, 180 രൂപയാണ്. ഞാൻ ഈ വീട്ടിലിടുന്ന ഡ്രസ്സ് എല്ലാം 180, 210 ആ ഒരു റേഞ്ചിനുള്ളതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കണ്ട് 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 മടുത്ത് കാണും. പക്ഷെ ഇതിനൊക്കെയുള്ള ഒരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ, ഇതിനൊക്കെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ പോകില്ല, പെട്ടെന്ന് കീറിപ്പോകില്ല. അങ്ങനെ ഒരു ഇപ്പം ഞാൻ വീട്ടിലിടുന്ന ആ ഡ്രസ്സുകളൊക്കെ എങ്ങനെയൊക്കെ പോയാലും 2 വർഷം ആയതൊക്കെ ഉണ്ട്. ഇപ്പോഴും അതിന് 1-2 എണ്ണത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയെല്ലാം ഒരു കുഴപ്പവുമില്ല. അപ്പം പിന്നെ ഇനി എന്തോന്നല്ലേ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേശുവിൻ്റെ ഓണക്കോടി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഇതെല്ലാം അടുക്കി പറക്കി വെക്കാനായിട്ട് വന്നപ്പോഴാണ് അങ്ങനെ നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യം ഓർമ്മിച്ചത്. അപ്പോൾ ഓണക്കോടിയിൽ കിട്ടി കേശുവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ ഓണക്കോടി കൊണ്ട് കൊടുക്കുമ്പോഴും കേശു അടുത്ത ആളിനെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കും. അവനൊരു കണക്കൂട്ടലുണ്ട് ആരൊക്കെ ഓണക്കോടി കൊടുക്കുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് മോൻ്റെ ഓണക്കോടി. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ ഒത്തിരി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.